നമ്മുടെ SSC CHSLന്റെ ആൻസർ കീ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെ ചെക്ക് ചെയ്യാം, തുടർന്നുള്ള ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ടയർ 1 എക്സാമിനേഷൻ 2025 നടന്നിട്ടുണ്ടായിരുന്നു. നടന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12/11/2025 മുതൽ 30/11/2025 വരെ ഇതിൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതായത് ആൻസർ കീ ചെക്ക് ചെയ്യാനും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ശരി ഉത്തരമാണ് പക്ഷേ SSC കൊടുത്തിട്ടുള്ള തെറ്റായിട്ടാണ്, അതിന് നമ്മൾ ഒബ്ജക്ഷൻ റൈസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സമയം 8/12/2025 മുതൽ 11/12/2025 വൈകുന്നേരം 6 മണി വരെ മാത്രമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതായത് ആൻസർ കീയൊക്കെ നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്യുക. അത് നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ശേഷം നിങ്ങൾക്ക് ആൻസർ കീ അതുപോലെ തന്നെ ഒബ്ജക്ഷൻ റൈസ് ചെയ്യാനുള്ള ബട്ടണൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇവിടെ ടിക്ക് കൊടുത്തിട്ട് ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ കീ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതായത് നമ്മുടെ SSCൻ്റെ വെബ്സൈറ്റിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. കാണിച്ചു തരാം. ഇതാണല്ലോ നമ്മുടെ SSCൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ഓർ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ്, ഈ ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ വരുന്ന ക്യാപ്ഷ കൃത്യമായി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് മൈ ആപ്ലിക്കേഷൻ വരുന്ന ഇവിടെയാണ്. മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ചെക്ക് ആൻസർ കീ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലിപ്പ് ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുത്ത് ക്ലിക്ക് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കീ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.